ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അയാനുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ ഇതെടുത്തത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ എഡിറ്റിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനും അയാനും ഇക്കയും കൂടെയാണ് പോയത്, ഓട്ടോയിലാണ് പോയത്. അസാനുവിനും ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ പോകുമ്പോഴേക്കും അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് അയാനൊക്കെ കോൺവെക്കേഷൻ ഉണ്ട് അവനക്ക്. അപ്പോൾ അതുകൊണ്ട് 5:45 അവിടെ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ എത്തിയത്. അവനക്ക് ഈ ഡ്രസ്സും കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവനക്ക് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവൻ അതിൻ്റെ കൂടെ നിന്നിട്ട് ഒന്നും കാണുന്നില്ല, മക്കളെ ആ വടിയും പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് നേരം ആകുമ്പോഴേക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവനെ ടീച്ചറിൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ പോയിട്ടോ. മാം അവരിനെ റെഡിയാക്കുകയാണ് കേട്ടോ. ഓരോ ക്ലാസ്സായിട്ട് അവർ ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് ടൈം ആകും. അപ്പോൾ ഞാൻ പ്രോഗ്രാം തുടങ്ങിട്ടോ. അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രഹനത്തെയാണ് കേട്ടോ. പ്ലേ ബാക്ക് സിംഗറായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ രഹനത്തെയാണ്. അപ്പോൾ അത് ഞാൻ നോക്കാൻ വേണ്ടി ഓടിയിട്ടോ. എനിക്കിങ്ങനെ ആൽബം സോങ്ങൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓടിയിട്ടോ. നോക്കിയപ്പോൾ ഉണ്ട് ഭയങ്കര തിരക്ക്, എവിടെയും സീറ്റില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, എവിടെയെങ്കിലും ഒന്ന് സീറ്റ് കിട്ടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടാണ്. ബാക്കിലായിരുന്നു കിട്ടിയത്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. മുമ്പിലൊക്കെ സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നത് കേട്ടോ. പിന്നെ ഞാനൊക്കെയും കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോൾ എൻ്റെ ബാഗ് കാണിക്കാനായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. നോക്കിയപ്പോൾ ഇക്ക തലജീവി കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ബാഗ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് വെച്ച് ലാസ്റ്റ് ഞാൻ ബാഗ് കാണിച്ചു കേട്ടോ. ഇത് പുതിയ ബാഗാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾ അയാനുവിൻ്റെ ക്ലാസ്സിൽ വിട്ടല്ലോ. അപ്പോൾ നോക്കാൻ വേണ്ടി പോയിട്ടോ. മാമിനെ സമ്മതിച്ചു കേട്ടോ. ആ മക്കളുടെ ബഹളം കേട്ടിട്ട് എനിക്ക് ഭയങ്കര തലവേദന എടുത്തു. എങ്ങനെയാണോ ഈ മക്കളെ നോക്കണത്? എനിക്ക് ഒരാളെ നോക്കാനാണ് ഭയങ്കര പാടി. പിന്നെ സ്കൂൾ പറഞ്ഞയക്കുമ്പോഴേക്കും മതിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് കണ്ടത് കേട്ടോ. അവിടുത്തെ മക്കൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്നെപ്പോലെ കഴിവുള്ള നിറയെ കുട്ടികൾ അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ആ കുട്ടികൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. റോബോട്ട് സ്പെക്ട്ര എന്നാണ് അവർ പേര് കൊടുത്തേക്കുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും മാം കുറേ കുട്ടികളെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അയാനുവിൻ്റെ ഇനി ആയിട്ടില്ല കേട്ടോ. ഈ കുട്ടികൾ 8 ക്ലാസ്സിലെയാണ്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് മോൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ റെഡിയായിട്ട് ഫോട്ടോ എടുക്കണം കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അയാനും അവിടെ ഒരു കരച്ചിലായിരുന്നു കേട്ടോ. രാത്രിയായി പോവാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശന്നിട്ട് വയ്യ കേട്ടോ, ഒരുപാട് നേരമായി. അപ്പോൾ അയാനൊക്കെ ജ്യൂസൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കണത്. അസാനും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കണത്. അവനുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ, അവൻ്റെ ബാക്കിൽ ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി കേട്ടോ. കുട്ടികളെയും കൊണ്ട് ഓരോരുത്തർ സ്റ്റേജിൽ കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ അവാർഡും ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സൈഡാണ് കേട്ടോ. നല്ല തിരക്കായി ആ സമയത്തൊക്കെ. അപ്പോൾ എൻ്റെ അപ്പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ അയാനും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അഴിക്കണേ ഇല്ല കേട്ടോ. അവനക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. ഇത് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റേജിൽ അങ്ങനെ അയാനും കയറി കേട്ടോ. അപ്പോൾ അയാൻ്റെ ക്ലാസ്സുകാരും കയറി എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി 12 മണിയായപ്പോഴാണ് കേട്ടോ വീടെത്തിയത്. കുറച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടിരുന്നു. അടിപൊളിയായിരുന്നു കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ. അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റായി. അയാനക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ ചപ്പാത്തി മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അയാനക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്രാവശ്യം അയാനക്ക് ചേരാൻ പറ്റിയില്ല ഡാൻസിൽ. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മോനെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് കരയായിരുന്നു, ഞാനും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ചേർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് അങ്ങനെ വീടെത്തിയിട്ടോ. ഞങ്ങൾ രാത്രി അവിടെ നിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഇരുന്നുകൊണ്ടിരിക്കാൻ തോന്നും. നമുക്കിത് കാണാൻ തോറും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോഡേൺ ഒപ്പനയും ഇതൊക്കെ കാണുമ്പോൾ എണിച്ച് വരാനേ തോന്നില്ല. പിന്നെ 12 മണിയായപ്പോൾ ഒരുപാട് ലേറ്റ് ആവും, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ആനുവൽ ഡേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഇന്നാണ് ഞാൻ എഡിറ്റിങ്ങൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.